കലാസ്നേഹികളെ, ഇടുക്കിയുടെ മണ്ണിൽ പച്ചപ്പിന്റെ താളമിട്ട് മഞ്ഞിന്റെ കുളിരുമായി മനസ്സുകളെ കീഴടക്കുന്ന മനോഹര നാട് ചേലച്ചുവട്. സംഗീതാസ്വാദകരുടെ ഹൃദയം കീഴടക്കുവാൻ പുതുമയുള്ള ഗാനങ്ങളും വാദ്യവിസ്മയങ്ങളുമായി അവതരിപ്പിക്കുന്ന മെഗാ ഗാനമേളയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. The magical moments awaits you. We gathered here to celebrate a beautiful beginning, a dream turning into reality, and a new chapter in the world of music. It gives me immense pleasure and pride to welcome all the distinguished guests, respected dignitaries, music lovers, well-wishers, and dear friends, to the grand inauguration of ASD Symphony Music. We are deeply honored by the presence of esteemed chief guests, respected guests, and all those who have gathered here to bless this wonderful event. Once again, I warm and heartfelt welcome to everyone present here. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. സംഗീതം എന്നത് വെറും ശബ്ദങ്ങളുടെ സമന്വയമല്ല, അത് വികാരങ്ങളുടെ ഭാഷയാണ്. ഹൃദയങ്ങളെ ബന്ധിപ്പിക്കുകയും സന്തോഷവും പ്രത്യാശയും പകരുകയും ചെയ്യുന്ന അത്ഭുത ശക്തിയാണ് സംഗീതം. ഇന്ന് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഒരു സംഗീത സംഘത്തിന്റെ ഉദ്ഘാടനത്തിന് മാത്രമല്ല, സംഗീതത്തെ സ്നേഹിക്കുന്ന ഒരുപറ്റം കലാകാരന്മാരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് കൂടിയാണ്. ഒരു പുതിയ യാത്രയുടെ തുടക്കമാണിത്, ASD സിംഫണി മ്യൂസിക്. ഈ പുതിയ സംഗീത കൂട്ടായ്മയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ മനോഹര നിമിഷത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞത് നമ്മുടെ എല്ലാവരുടെയും അഭിമാനമാണ്. ഈ വേദിയെ അനുഗ്രഹിക്കാൻ എത്തിയിരിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികളെയും സ്നേഹിതരെയും സംഗീത പ്രേമികളെയും ഹൃദയം നിറഞ്ഞ് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പ്രോഗ്രാമിന്റെ അധ്യക്ഷ പദമലങ്കരിക്കുന്ന ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കോമള മോഹൻദാസ്, ഉദ്ഘാടകനായി നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് കട്ടപ്പനയിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇടുക്കിയുടെ പ്രിയങ്കരനായ MLA ശ്രീ OK പൗലോസ്. മുഖ്യ പ്രഭാഷണം നിർവഹിച്ച് ഈ വേദിയെ ധന്യമാക്കുവാനായി എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീമതി സാന്ദ്രമോൾ ജിനി, കുമാരി സോന ഫിസ ജോബി, മറ്റ് വിശിഷ്ട വ്യക്തികളെ, ASD ഇവന്റ്സിന്റെ മനോഹരമായ ഈ പുതിയ സംരംഭത്തിന് സാക്ഷികളാകുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ചേലച്ചോടിന്റെ നല്ലവരായ നാട്ടുകാരെ, ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം.
ബഹുമാന്യയായ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി കോമ മോഹൻദാസ്, ഈ ചടങ്ങിൽ പങ്കെടുത്ത ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി സാന്ദ്രമോൾ ജിന്നി, കുമാരി സോന പീസ ജോബി, ശ്രീ സുലൈമോൻ സണ്ണി, ശ്രീ ടോമി നെല്ലിപ്പള്ളി, വി കെ കമലാസനൻ, ഡോക്ടർ ജോസ് മാറാട്ടിൽ, കലേഷ് രാജു ലിപ്പിൽ, ശ്രീ മാഹിൻ ബാദുഷ, ഡോക്ടർ ബിനോയ് പി ജേക്കബ്, ഡോക്ടർ സാജോ പി മാത്യു, ശ്രീ ജൂബി ചാലിൽ, ശ്രീ ജിലി ബി ടി, ശ്രീമതി ലീന രാജു, ഇതെല്ലാം ഇതിനൊക്കെ അപ്പുറമായി ഈ ചടങ്ങിൻ്റെ ഈ സംഘാടകൻ കൂടിയായ ASB സിംഫണിയുടെ എല്ലാമായ മുഴുവൻ പേരിങ്ങനെ പ്രിയപ്പെട്ട ബേസിൽ, ഞാൻ ആദ്യമായി പറഞ്ഞ സമയത്തിൽ നിന്ന് 1 മണിക്കൂറിലേറെ താമസിച്ചാണ് എത്താൻ പറ്റിയത്. മനഃപൂർവ്വമല്ല, അണക്കര അപ്പുറത്തൊരു മീറ്റിങ്ങിന് പോയി അവിടെ അല്പം താമസിച്ച് പോയി സംഭവിച്ചു പോയതാണ്. അതുകൊണ്ട് ക്ഷമിക്കണം. ഞാൻ മൂലമുണ്ടായിട്ടുള്ള സംഘാടകർക്കുണ്ടായിട്ടുള്ള പ്രയാസത്തിൽ ഞാൻ ആദ്യമായി നിങ്ങളോട് ക്ഷമാപണം നടത്താൻ ആഗ്രഹിക്കുകയാണ്. ഈ ചടങ്ങിൽ എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞു എനിക്കറിയാം. ഇനിയിപ്പോൾ ഇതിൽ ഔപചാരികമായ ഒരു ഉദ്ഘാടനം നിർവഹിക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. നിങ്ങളെല്ലാവരും ശ്രീ ബേസിലിൻ്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ തുടക്കം ആരംഭിക്കുന്ന ഈ ഗാനമേള ട്രൂപ്പിൻ്റെ പാട്ടുകൾ കേൾക്കാനും ആസ്വദിക്കാനും വേണ്ടിയാണ് നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു കാര്യങ്ങളിലേക്കും കടക്കുന്നില്ല. ഇവിടെ ബേസിൽ കഴിഞ്ഞ 15 വർഷത്തിലേറെയായി ചേലച്ചോട് കേന്ദ്രീകരിച്ച് ASB എന്ന് പറയുന്ന പേരിൽ സൗണ്ട് സിസ്റ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. കഠിനാധ്വാനിയായ ഒരു ചെറുപ്പക്കാരനാണ് എന്നാണ് ബേസിലിനെ കുറിച്ച് ഞാൻ ഈ പരിപാടിയെക്കുറിച്ച് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ അന്വേഷിച്ചിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ വിവരം എന്ന് പറയുന്നത് വളരെ കഠിനാധ്വാനിയായ ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം കൊണ്ട് വളരെ നല്ല നിലയിലേക്ക് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അപ്പോൾ ആ ഒരു ചെറുപ്പക്കാരൻ്റെ ഉത്തരവാദിത്വത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥതയിലാണ് ഒരു പുതിയ സംവിധാനം, ഒരു ഗാനമേള ട്രൂപ്പ്. ഏറെ സന്തോഷകരമാണ്. ഇപ്പോൾ ഒരു കാലത്തൊക്കെ നമ്മുടെ കേരളമെമ്പാടും പാലായിലൊക്കെ ആയിരുന്നു ഏറ്റവും നല്ല മ്യൂസിക്. ഇപ്പോൾ അവരുണ്ടോ? പാല അവരൊക്കെ ഉണ്ടില്ല. അവരൊക്കെ ആയിരുന്നു കൊണ്ട് നമ്മുടെ ഇവിടെയൊക്കെ മിക്കവാറും വലിയ പരിപാടികൾക്ക് അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെയുള്ള ഉത്സവങ്ങളിലും പെരുന്നാളിലും ഒക്കെ വന്നിരുന്നവരൊക്കെയാണ്. ഇപ്പോൾ പക്ഷേ അങ്ങനെ നമുക്ക് കാണുന്നില്ല, അവരൊന്നും കാണുന്നില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊരു സംവിധാനം ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും വളരെ പ്രയോജനം ചെയ്യും എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. ഞാൻ പണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ, അതും കൂടി പറഞ്ഞതാണ്, ഞാൻ പണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ എനിക്ക് ഈ പാട്ട് പാടുന്നവർ വലിയ ഇഷ്ടമാണ്, പാട്ട് കേൾക്കുന്നത് വലിയ ഇഷ്ടമാണ്. പാടാനൊന്നും അറിയത്തില്ല, പാടിയാലാകെ കുഴപ്പമാവും. പക്ഷേ ഈ 2 തരത്തിലുള്ള ആളുകളെ വിഷയം, പാട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പാട്ട് പാടുന്നവരെയും ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുമ്പോൾ കേരളത്തിൽ ഒരു പഞ്ചായത്തും ചെയ്യാത്തൊരു കാര്യം ഞാൻ ചെയ്തു. ഒരു പ്രോജക്റ്റ് വെച്ചിട്ട് ഒരു ഗാനമേള ട്രൂപ്പ് ഞാനൊന്നുണ്ടാക്കി. പ്രിയദർശിനി ഓർക്കസ്ട്ര എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പഞ്ചായത്തിലൊരു ഗാനമേള ട്രൂപ്പ് ഉണ്ടാക്കി. പഞ്ചായത്തിൽ നല്ല പാട്ട് പാടുന്ന ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടുന്ന പ്രാഥമികമായിട്ട് വേണ്ടുന്ന സംഗതികളൊക്കെ, ഈ ഉപകരണങ്ങളൊക്കെ ഞാനത് പഞ്ചായത്തിൻ്റെ ഫണ്ട് തന്നെ ഉപയോഗിച്ച് വാങ്ങിച്ചു കൊടുത്തു. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറുന്നത് വരെയും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ ചെറിയ ടീമാണേലും അവർ പോയി പ്രോഗ്രാമൊക്കെ എടുത്ത് ഈ പാട്ടൊക്കെ പാടിക്കൊണ്ടിരുന്നു. പിന്നീട് അതിനൊരു അകാല ചരമം പ്രാപിച്ച പോലെ അത് അവസാനിക്കേണ്ടി വന്നു. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എനിക്കിഷ്ടമാണ്, പാട്ട് ഇഷ്ടമാണ്, പാട്ടുകാരെയും ഇഷ്ടമാണ്. അതുകൊണ്ട് ബേസിലിനെയും ബേസിലിൻ്റെ സംരംഭത്തെയും ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നു എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ വിജയങ്ങളും നന്മകളും ഞാൻ ഈ സംരംഭത്തിന് നേർന്നുകൊണ്ട് താമസിച്ചതിനുള്ള ക്ഷമാപണം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഔപചാരികമായി ഈ ബേസിലിൻ്റെ സംരംഭം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുന്നു. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ഞാൻ ആഗ്രഹിക്കുകയും ഈശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു അന്വേഷണം നമ്മുടെ ബേസിലിൻ്റെയും
ടീം അംഗങ്ങളുടെയും ഭാഗത്തു നിന്നുണ്ട്. ഇവിടെ നമ്മുടെ ഗാനമേളയുടെ ലോകം ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള ലൈറ്റ് സംവിധാനങ്ങൾ അദ്ദേഹം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ASPക്കൊപ്പം കൈ കൊടുക്കാം, നല്ലൊരു ഗാനമേള സമിതിയിലേക്ക് വരാം എന്ന് വിചാരിച്ചു. ഞങ്ങൾക്കൊപ്പം ഒരു പിടി നല്ല കലാകാരന്മാർ, എല്ലാവരും അറിയിച്ചിട്ടുള്ള വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള പ്രതിഭാധനരായിട്ടുള്ള കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ട് നമ്മളിവിടെ ഇങ്ങനെ ഒരു പുതിയ പ്രസ്ഥാനം തുടങ്ങുകയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നിരവധി ഗാനമേള സമിതികൾക്ക് ഒപ്പം എന്നല്ല, അവനേക്കാൾ ഒരു പിടി മുന്നിൽ ASPC ചേർന്നിരിക്കുന്ന കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കോമള മോഹൻദാസ് ഇവിടെ എത്തിച്ചേർന്ന മനോഹരമായ ഈ ചടങ്ങിലേക്ക് അധ്യക്ഷത വഹിക്കുവാനായിട്ട്, നിവേദിയെ ധന്യമാക്കുവാനായിട്ട് ഏറ്റവും ആദരപൂർവ്വം പ്രിയപ്പെട്ട ശ്രീമതി കോമള മോഹൻദാസിന് കട്ടപ്പനയ്ക്ക് പോയി. ഇവര് കട്ടപ്പന ഉണ്ട് എന്നറിഞ്ഞ് നമ്മളോട് ചെന്നപ്പോഴേക്കും അദ്ദേഹം അടിമാലിയിലെ ഒരു പ്രിയപ്പെട്ട ഉദ്ഘാടകൻ MLA അവരുടെ ശ്രീ YK പൗലോസിനെ ഏറ്റവും ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു.